വെൽക്കം ടു ഓൾ. എല്ലാവർക്കും സീക്രട്ട് പേസിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ്. കേരളം ഭരണവും ഭരണ സംവിധാനങ്ങൾ എന്ന് പറയുന്ന ടോപ്പിക്കാണ് കേട്ടോ. ഈ ഒരു ഭാഗത്തു നിന്ന് കുറേ ക്വസ്റ്റ്യൻസ് PSC ഈയിടെയായിട്ട് ചോദിക്കുന്നുണ്ട്. കഴിഞ്ഞ പരീക്ഷകളിൽ PSC ചോദിച്ച ചോദ്യങ്ങളും ഇനി വരാനിരിക്കുന്ന പരീക്ഷകൾക്ക് തിരഞ്ഞെടുത്ത ചോദ്യങ്ങളുമാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ക്ലാസ്സിലേക്ക് പോകാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഇതാണ്. നെൽവയൽ തണ്ണീർത്തട നിയമം 2008 പ്രകാരം പ്രാദേശിക നിരീക്ഷണ സമിതി രൂപീകരിക്കുന്നത് വകുപ്പ് 5 മുതൽ 7(1) വരെയാണ്. ശരിയാണ് അല്ലേ? നെൽവയൽ തണ്ണീർത്തട നിയമം 2008 പ്രകാരം പ്രാദേശിക നിരീക്ഷണ സമിതി രൂപീകരിക്കുന്നത് വകുപ്പ് 5 മുതൽ 7(1) വരെയാണ്. പ്രാദേശിക നിരീക്ഷണ സമിതിയുടെ കൺവീനർ കൃഷി ഓഫീസറാണ്. പ്രാദേശിക നിരീക്ഷണ സമിതിയുടെ കൺവീനർ ആരാണ്? കൃഷി ഓഫീസറാണ്. നെൽവയൽ ഉടമസ്ഥന് വീട് വയ്ക്കാനായി നെൽവയൽ നികത്താൻ ജില്ലാതല സമിതിക്ക് ശുപാർശ നൽകുന്നത് പ്രാദേശിക തല നിരീക്ഷണ സമിതിയാണ്. നെൽവയൽ ഉടമസ്ഥന് വീട് വയ്ക്കാനായിട്ട് നെൽവയൽ നികത്താൻ ജില്ലാതല സമിതിക്ക് ശുപാർശ നൽകുന്ന ആരാണ്? പ്രാദേശിക തല നിരീക്ഷണ സമിതിയാണ്. അപ്പോൾ ഈ പറയുന്നതെല്ലാം ശരിയാണ്, പഠിച്ചു വയ്ക്കാം. നെൽവയൽ തണ്ണീർത്തട നിയമം 2008 പ്രകാരം പ്രാദേശിക നിരീക്ഷണ സമിതി രൂപീകരിക്കുന്നതിനെ കുറിച്ച് പറയുന്നത് വകുപ്പ് 5 മുതൽ 7(1) വരെയാണ്. പ്രാദേശിക നിരീക്ഷണ സമിതിയുടെ കൺവീനർ ആരാണ്? കൃഷി ഓഫീസറാണ്. കൃഷി ഓഫീസറാണ്. നെൽവയൽ ഉടമസ്ഥനെ വീട് വയ്ക്കാനായി നെൽവയൽ നികത്താൻ ജില്ലാതല സമിതിക്ക് ശുപാർശ നൽകുന്നത് പ്രാദേശിക തല നിരീക്ഷണ സമിതിയാണ്. അപ്പോൾ നമുക്ക് അതുമായി ബന്ധപ്പെട്ട് വരുന്ന പോയിന്റ്സ് നോക്കാം. കേരള നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമം നിലവിൽ വന്നതെന്നാണ് 2008 ഓഗസ്റ്റ് 11 കേരള നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമം നിലവിൽ വന്നത്. എന്നാൽ കേരള നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ ചട്ടങ്ങൾ നിലവിൽ വന്നത് ചോദിക്കുകയാണെങ്കിൽ എന്നാണ്? 2008 ഡിസംബർ 24 2008 ഡിസംബർ 24. അപ്പോൾ 2008 ഓഗസ്റ്റ് 11 കേരള നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമം നിലവിൽ വന്നത്. കേരള നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ ചട്ടങ്ങൾ നിലവിൽ വന്നത് 2008 ഡിസംബർ 24. കേരള നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ ചട്ടങ്ങൾ ഭേദഗതിയോടുകൂടി നിലവിൽ വന്നത് 2018 ഡിസംബർ 15. അപ്പോൾ ഈ ചട്ടങ്ങൾ 2008 വന്നിട്ടുണ്ടായിരുന്നു, എന്നാൽ അത് ഭേദഗതി പ്രകാരം വീണ്ടും നിലവിൽ വന്നിട്ടുണ്ടായിരുന്നു അല്ലേ? ഭേദഗതിയോടുകൂടി നിലവിൽ വന്നത് 2018 ഡിസംബർ 15. സംസ്ഥാന തണ്ണീർത്തട അതോറിറ്റി സ്വയംഭരണാധികാരമുള്ള അതോറിറ്റിയായി നിലവിൽ വന്നത് 2015 മെയ് 25. സംസ്ഥാന തണ്ണീർത്തട അതോറിറ്റി സ്വയംഭരണാധികാരമുള്ള അതോറിറ്റിയായിട്ട് വന്നത് 2015 മെയ് 25. ഇനി ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്, സംസ്ഥാന പരിസ്ഥിതി വകുപ്പ് മന്ത്രിയാണ് സംസ്ഥാന തണ്ണീർത്തട അതോറിറ്റിയുടെ ചെയർപേഴ്സൺ. സംസ്ഥാന തണ്ണീർത്തട അതോറിറ്റിയുടെ ചെയർപേഴ്സൺ ആരാണ്? സംസ്ഥാന പരിസ്ഥിതി വകുപ്പ് മന്ത്രിയാണ്. പ്രാദേശിക തല നിരീക്ഷണ സമിതിയിലെ അനൗദ്യോഗിക അംഗങ്ങളുടെ കാലാവധി 3 വർഷമാണ്. അനൗദ്യോഗിക അംഗങ്ങളുടെ കാലാവധി എത്ര വർഷമാണ്? 3 വർഷമാണ്. അപ്പോൾ കേരള നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമം നിലവിൽ വന്നത് 2008 ഓഗസ്റ്റ് 11. കേരള നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ ചട്ടങ്ങൾ നിലവിൽ വന്നത് 2008 ഡിസംബർ 24. ചട്ടങ്ങൾ ഭേദഗതിയോടുകൂടി നിലവിൽ വന്നത് 2018 ഡിസംബർ 15. സംസ്ഥാന തണ്ണീർത്തട അതോറിറ്റി സ്വയംഭരണാധികാരമുള്ള അതോറിറ്റിയായി നിലവിൽ വന്നത് 2015 മെയ് 25. സംസ്ഥാന പരിസ്ഥിതി വകുപ്പ് മന്ത്രി ആരാണ്? സംസ്ഥാന തണ്ണീർത്തട അതോറിറ്റിയുടെ ചെയർപേഴ്സണാണ്. പ്രാദേശിക തല നിരീക്ഷണ സമിതിയിലെ അനൗദ്യോഗിക അംഗങ്ങളുടെ കാലാവധി 3 വർഷമാണ്. ഓക്കെ, ക്ലിയർ ആയല്ലോ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷൻ നിയമനവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷൻ നിയമനവുമായി ബന്ധപ്പെട്ടാണ് ചോദിച്ചിരിക്കുന്നത്. സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷണറെ നിയമിക്കുന്നത് ആരാണ്? ഗവർണറാണ്. സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷണറെ നിയമിക്കുന്ന ആരാണ്? ഗവർണറാണ്. സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷണറെ നിയമിക്കുന്നത് രാഷ്ട്രപതിയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ പറഞ്ഞു ഗവർണറാണെന്ന് പറഞ്ഞു. അപ്പോൾ ഇത് തെറ്റാണല്ലേ? രണ്ടാമത് തെറ്റാണ്. ഇനി സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷണറുടെ കാലാവധി 65 വയസ്സ് തികയുന്നത് വരെയോ പരമാവധി 5 വർഷമോ ആണെന്ന് പറയുന്നുണ്ട്. ശരിയാണല്ലോ? സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷണറുടെ കാലാവധി 65 വയസ്സ് തികയുന്നത് വരെയോ അല്ലെങ്കിൽ പരമാവധി 5 വർഷമാണ്. ശരിയാണ്. ഇന്ത്യൻ ഭരണഘടനാ അനുച്ഛേദം 243 വകുപ്പ് 1 പ്രകാരമാണ്
സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷണറെ നിയമിക്കുന്നത് 243K വകുപ്പ് 1 പ്രകാരമാണ് സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷണറെ നിയമിക്കുന്നത്. അപ്പോൾ 1, 3, 4 അവിടെ ശരി വരുന്നത്. എന്താണ് പറയുന്നത്? സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷണറെ നിയമിക്കുന്നത് ഗവർണറാണ്. സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷണറുടെ കാലാവധി 65 വയസ്സ് തികയുന്നത് വരെയോ പരമാവധി 5 വർഷമോ ആണ്. ഇന്ത്യൻ ഭരണഘടനാ അനുച്ഛേദം 243K വകുപ്പ് 1 പ്രകാരമാണ് സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷണറെ നിയമിക്കുന്നത്. ഇനി ഇലക്ഷൻ കമ്മീഷൻ എന്ന് പറയുന്നത് എന്താണ്? ഒരു ഭരണഘടനാ സ്ഥാപനമാണ് അല്ലേ? ഇലക്ഷൻ കമ്മീഷൻ എന്ന് പറയുന്നത് ഒരു ഭരണഘടനാ സ്ഥാപനമാണ്. സംസ്ഥാന നിയമസഭകളിലേക്കും പാർലമെൻറ്റിലേക്കുമുള്ള തെരഞ്ഞെടുപ്പുകൾക്ക് പുറമെ രാഷ്ട്രപതി ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പുകളുടെ നടത്തിപ്പും നിയന്ത്രണവും ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ചുമതലയാണ്. അപ്പോൾ ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ചുമതലയാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത് അല്ലേ? അപ്പോൾ നമുക്കറിയാം ഈ ഒരു ഭാഗത്തു നിന്നൊരു ക്വസ്റ്റ്യൻ ഇപ്പോൾ ഇന്നലെ നടന്ന സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റ് എക്സാമിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ? എന്താണ് പറയുന്നത്? സംസ്ഥാന നിയമസഭകളിലേക്കും പാർലമെൻറ്റിലേക്കുമുള്ള തെരഞ്ഞെടുപ്പുകൾക്ക് പുറമെ എന്തൊക്കെയാണ് ചുമതലകൾ? രാഷ്ട്രപതി ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പുകളുടെ നടത്തിപ്പും നിയന്ത്രണവും ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ചുമതലയാണ്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൻ്റെ നടത്തിപ്പ്, മേൽനോട്ടം, നിയന്ത്രണം തുടങ്ങിയവ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ചുമതലയാണ്. ഇതാണ് ചോദിച്ചിരുന്നത് അല്ലേ? തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൻ്റെ നടത്തിപ്പ്, മേൽനോട്ടം, നിയന്ത്രണം ഒക്കെ എന്താണ്? സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ചുമതലയാണ്. ശരിയാണല്ലോ. 1950 ജനുവരി 25-ന് ഇന്ത്യൻ ഭരണഘടനാ അനുച്ഛേദം 324 അനുസരിച്ചാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ രൂപീകൃതമായത്. എന്നാണ് രൂപീകൃതമായത്? 1950 ജനുവരി 25-ന് ഏതാണ് അനുച്ഛേദം? അനുച്ഛേദം 324 അനുസരിച്ചാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ രൂപീകൃതമായത്. 1993 ഡിസംബർ 3-നാണ് കേരള സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിലവിൽ വന്നത്. 1993 ഡിസംബർ 3-നാണ് കേരള സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിലവിൽ വന്നത്. അപ്പോൾ എന്താണ് പറയുന്നത്? തെരഞ്ഞെടുപ്പ് കമ്മീഷൻ രൂപീകൃതമായത് 1950 ജനുവരി 25-ന്. ആർട്ടിക്കിൾ ചോദിക്കുകയാണെങ്കിൽ എത്രയാണ്? 324 പ്രകാരമാണ്. എന്നാൽ കേരള സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിലവിൽ വന്നത് എന്നാണ്? കേരള സംസ്ഥാനത്താണെങ്കിൽ 1993 ഡിസംബർ 3-നാണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. തന്നിരിക്കുന്നവയിൽ അന്നപൂർണ പദ്ധതിയിൽ ഉൾപ്പെടുന്നവർ ആരൊക്കെയാണ്? അന്നപൂർണ പദ്ധതിയിൽ ഉൾപ്പെടുന്നവർ ആരൊക്കെയാണ് വരുന്നത്? 65 വയസ്സിന് മുകളിൽ പ്രായമുള്ളവരാണ് അന്നപൂർണ എന്ന് പറയുന്ന പദ്ധതിയിൽ ഉൾപ്പെട്ടവർ. സ്വന്തമായി വരുമാനമില്ലാത്ത 65 വയസ്സിന് മുകളിൽ പ്രായമുള്ളവർക്ക് മാസം 10 കിലോ അരി സൗജന്യമായി റേഷൻ കടയിലൂടെ നൽകുന്ന സർക്കാർ പദ്ധതിയാണ് അന്നപൂർണ എന്ന് പറയുന്നത്. അപ്പോൾ അന്നപൂർണ എന്ന് വെച്ചാൽ എന്താണ്? സ്വന്തമായി വരുമാനമില്ലാത്ത 65 വയസ്സിന് മുകളിൽ പ്രായമുള്ളവർക്ക് മാസം 10 കിലോ അരി സൗജന്യമായി റേഷൻ കടയിലൂടെ നൽകുന്ന സർക്കാർ പദ്ധതിയാണ് അന്നപൂർണ. അന്നപൂർണ പദ്ധതി 2000-ൽ മുതിർന്ന പൗരന്മാർക്കായിട്ടാണ് നടപ്പിലാക്കിയത്. അന്നപൂർണ പദ്ധതി 2000-ൽ മുതിർന്ന പൗരന്മാർക്കായിട്ടാണ് നടപ്പിലാക്കിയത്. വയോജനങ്ങൾക്ക് പ്രതിമാസം 10 കിലോ ഭക്ഷ്യധാന്യം സൗജന്യമായി വിതരണം ചെയ്യുന്ന ഭക്ഷ്യസുരക്ഷാ പദ്ധതിയാണിത്. വയോജനങ്ങൾക്ക് പ്രതിമാസം 10 കിലോ ഭക്ഷ്യധാന്യം സൗജന്യമായി വിതരണം ചെയ്യുന്ന ഭക്ഷ്യസുരക്ഷാ പദ്ധതിയാണിത്. കേരളത്തിലെ നഗരങ്ങളിലെ ചേരികളിൽ താമസിക്കുന്ന സാധാരണക്കാരുടെ ആരോഗ്യ സംരക്ഷണത്തിനായിട്ട് ആരോഗ്യവകുപ്പ് നടക്കുന്ന പദ്ധതിയാണ് ഉഷസ് എന്ന് പറയുന്നത്. ആരോഗ്യവകുപ്പ് നടപ്പാക്കുന്ന പദ്ധതിയാണ് ഉഷസ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞു അന്നപൂർണ പറഞ്ഞു അല്ലേ? ഇനി എന്താണ് ഉഷസ് എന്ന് പറയുന്നത്? കേരളത്തിലെ നഗരങ്ങളിലെ ചേരികളിൽ താമസിക്കുന്ന സാധാരണക്കാരുടെ ആരോഗ്യ സംരക്ഷണത്തിനായി ആരോഗ്യവകുപ്പ് നടപ്പാക്കുന്ന പദ്ധതിയാണ് ഉഷസ് എന്ന് പറയുന്നത്. ചോദിക്കാറുണ്ട് കേട്ടോ. നെക്സ്റ്റ്, എൻ്റെ മരം എന്ന് വെച്ചാൽ എന്താണ്? കുട്ടികളിൽ പ്രകൃതി സ്നേഹം വളർത്താനായി വിദ്യാഭ്യാസ വനംവകുപ്പുകൾ ചേർന്ന് ആരംഭിച്ച വനവൽക്കരണ പദ്ധതിയാണ് എൻ്റെ മരം എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് എൻ്റെ മരം? കുട്ടികളിൽ പ്രകൃതി സ്നേഹം വളർത്താനായി വിദ്യാഭ്യാസ വനംവകുപ്പുകൾ ചേർന്ന് ആരംഭിച്ച വനവൽക്കരണ പദ്ധതിയാണ് എൻ്റെ മരം. കേരളത്തിലെ കലാലയങ്ങൾ ഹരിതാഭമാക്കാൻ വിദ്യാഭ്യാസ വനംവകുപ്പുകൾ ചേർന്ന് ആരംഭിച്ച പദ്ധതിയാണ് നമ്മുടെ മരം എന്ന് പറയുന്നത്. അപ്പോൾ എൻ്റെ മരം എന്ന് വെച്ചതാണ് കുട്ടികളിൽ പ്രകൃതി സ്നേഹം വളർത്താനായിട്ട് വിദ്യാഭ്യാസ വനംവകുപ്പുകൾ ചേർന്ന് ആരംഭിച്ച വനവൽക്കരണ പദ്ധതിയാണ്. എന്നാൽ നമ്മുടെ മരം എന്ന് വെച്ചതാണ് കേരളത്തിലെ കലാലയങ്ങൾ ഹരിതാഭമാക്കാനായിട്ട് വിദ്യാഭ്യാസ വനംവകുപ്പുകൾ ചേർന്ന് ആരംഭിച്ച പദ്ധതിയാണ് നമ്മുടെ മരം. നെക്സ്റ്റ്, തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായവ തിരഞ്ഞെടുക്കുക.
സംസ്ഥാന വനിതാ കമ്മീഷനെ നിയമിക്കുന്നതും നീക്കം ചെയ്യുവാനുമുള്ള അധികാരം സംസ്ഥാന സർക്കാരിനാണ്. ശരിയാണല്ലോ. സംസ്ഥാന വനിതാ കമ്മീഷനെ നിയമിക്കുവാനും നീക്കം ചെയ്യുവാനുമുള്ള അധികാരം ആർക്കാണ്? സംസ്ഥാന സർക്കാരിനാണ്. സംസ്ഥാന വനിതാ കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിക്കുന്നത് സംസ്ഥാന സർക്കാരിനാണ്. സംസ്ഥാന സർക്കാർ ഈ റിപ്പോർട്ട് നിയമസഭയ്ക്ക് സമർപ്പിക്കണം. സംസ്ഥാന വനിതാ കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിക്കുന്നതെന്തിനാണ്? സംസ്ഥാന സർക്കാരിനായിരിക്കും. സംസ്ഥാന സർക്കാർ ഈ റിപ്പോർട്ട് നിയമസഭയ്ക്ക് സമർപ്പിക്കണം. അപ്പോൾ എന്തൊക്കെയാണ് പറയുന്നത്? സംസ്ഥാന വനിതാ കമ്മീഷനെ നിയമിക്കുവാനും നീക്കം ചെയ്യുവാനുമുള്ള അധികാരം ആർക്കാണ്? സംസ്ഥാന സർക്കാരിനാണ്. സംസ്ഥാന വനിതാ കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിക്കുന്നത് സംസ്ഥാന സർക്കാരിനാണ്. സംസ്ഥാന സർക്കാർ ഈ റിപ്പോർട്ട് നിയമസഭയ്ക്ക് സമർപ്പിക്കണം. രണ്ടും ശരിയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അതുമായി ബന്ധപ്പെട്ട് നമുക്ക് നോക്കാം. 1990 കേരള വനിതാ കമ്മീഷൻ നിയമത്തിലെ 5-ാം വകുപ്പ് പ്രകാരമാണ് കേരള വനിതാ കമ്മീഷൻ രൂപീകരിച്ചത്. കേരള വനിതാ കമ്മീഷൻ രൂപീകരിച്ചതാണ് 1990 കേരള വനിതാ കമ്മീഷൻ നിയമത്തിലെ 5-ാം വകുപ്പ് പ്രകാരമാണ് കേരള വനിതാ കമ്മീഷൻ രൂപീകരിച്ചത്. കേരള സംസ്ഥാന വനിതാ കമ്മീഷൻ രൂപീകൃതമായത് 1996 മാർച്ച് 14-നാണ്. അപ്പോൾ കേരള സംസ്ഥാന വനിതാ കമ്മീഷൻ രൂപീകൃതമായത് ചോദിക്കാറുണ്ട് അല്ലേ. 1996 മാർച്ച് 14-നാണ് എന്ത് രൂപീകൃതമായത്? കേരള സംസ്ഥാന വനിതാ കമ്മീഷൻ രൂപീകൃതമായത്. വകുപ്പ് ചോദിക്കുകയാണെങ്കിൽ ഏതാണ്? 5-ാം വകുപ്പ് പ്രകാരമാണ്. കേരള സംസ്ഥാന വനിതാ കമ്മീഷൻ ആക്ട് നിലവിൽ വന്നത് 1995-ലാണ് ആക്ട് വന്നത്. ആക്ട് വന്നതിന് ശേഷമാണ് നടപ്പിലാക്കുന്നത് 1996-ന്. കമ്മീഷനിൽ എന്താണ് ചോദിക്കാറുണ്ടല്ലേ? ചോദിക്കാറുണ്ടല്ലോ. കമ്മീഷനിൽ ഒരു ചെയർപേഴ്സൺ, 4-ൽ കൂടാത്ത അംഗങ്ങൾ, ഒരു സെക്രട്ടറി എന്നിവർ ഉണ്ടാകും. ആരൊക്കെയാണ് ഉണ്ടാകുക കമ്മീഷനിൽ? ഒരു ചെയർപേഴ്സൺ, 4-ൽ കൂടാത്ത അംഗങ്ങൾ, ഒരു സെക്രട്ടറി എന്നിവർ ഉണ്ടാകും. ചെയർപേഴ്സൺ, അംഗങ്ങൾ എന്നിവർ സ്ത്രീകളായിരിക്കണം. ചെയർപേഴ്സൺ, അംഗങ്ങൾ എന്നിവർ ആരായിരിക്കണം? സ്ത്രീകളായിരിക്കണം അല്ലേ. ചെയർപേഴ്സൺ, അംഗങ്ങൾ എന്നിവർ സ്ത്രീകളായിരിക്കണം. സ്ത്രീകളുടെ പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്ത് അറിവും പരിചയമുള്ള ആളായിരിക്കണം ചെയർപേഴ്സൺ. ചെയർപേഴ്സൺ ആരാണ്? സ്ത്രീകളുടെ പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്ത് അറിവും പരിചയമുള്ള ആളായിരിക്കണം. ഒരു അംഗം പട്ടികജാതി പട്ടികവർഗത്തിൽ നിന്നുമുള്ള ആളുമായിരിക്കണം. അപ്പോൾ നമ്മൾ എന്താ പറഞ്ഞത്? സംസ്ഥാന വനിതാ കമ്മീഷൻ രൂപീകരിച്ചത് ആക്ട് വകുപ്പ് ചോദിക്കുകയാണെങ്കിൽ 5 പ്രകാരമാണ്. കേരള സംസ്ഥാന വനിതാ കമ്മീഷൻ രൂപീകരിച്ചത് 1996 മാർച്ച് 14-നാണ്. എന്നാൽ ആക്ട് വന്നത് 1995-നായിരുന്നു. ഒരു ചെയർപേഴ്സണും 4-ൽ കൂടാത്ത അംഗങ്ങളും ഒരു സെക്രട്ടറിയാണ് ഉണ്ടായിരിക്കുക. അതുപോലെ തന്നെ ചെയർപേഴ്സൺ അംഗങ്ങളെല്ലാവരും സ്ത്രീകളായിരിക്കണം. ചെയർപേഴ്സണെ ഇതിനെക്കുറിച്ചിട്ടുള്ള അറിവും അതുപോലെ തന്നെ എന്താണ് പരിചയമുള്ള ആളായിരിക്കണം. പട്ടികജാതി പട്ടികവർഗത്തിൽ നിന്നും ഒരാൾ എന്തായാലും ഉണ്ടായിരിക്കണം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ലോകായുക്തയുമായി ബന്ധപ്പെട്ട വസ്തുതകളിൽ ശരിയായത് കണ്ടെത്തുക. ലോകായുക്തയുമായി ബന്ധപ്പെട്ട വസ്തുതകളിൽ ശരിയായത് കണ്ടെത്തുക. നോക്കാം. 1998 നവംബർ 15-നാണ് കേരള ലോകായുക്ത നിലവിൽ വന്നത്. 1998 നവംബർ 15-നാണ് കേരള ലോകായുക്ത നിലവിൽ വന്നത്. കേരള ലോകായുക്ത നിലവിൽ വന്നത് എന്നാണ്? 1998 നവംബർ 15-നാണ്. ശരിയാണ്. 2000 മാർച്ച് 4-നാണ് കേരള ലോകായുക്തയ്ക്ക് രാഷ്ട്രപതിയുടെ അംഗീകാരം ലഭിച്ചതെന്ന് പറയുന്നുണ്ട്. അത് തെറ്റാണല്ലോ. ഏതാണ്? 2000-ലല്ല, 1999 മാർച്ച് 4-ന് 1999 മാർച്ച് 4-നാണ് കേരള ലോകായുക്തയ്ക്ക് രാഷ്ട്രപതിയുടെ അംഗീകാരം ലഭിക്കുന്നത്. ഇനി ലോകായുക്ത ഉപലോകായുക്തയെ നീക്കം ചെയ്യുവാനുള്ള അധികാരം രാഷ്ട്രപതിക്കാണെന്നാണ് നമുക്കിവിടെ തന്നിരിക്കുന്നത് അല്ലേ. അപ്പോൾ നമുക്കറിയാം ലോകായുക്ത അല്ലെങ്കിൽ ഉപലോകായുക്തയെ നീക്കം ചെയ്യുവാനുള്ള അധികാരം ആർക്കാണ്? സംസ്ഥാന നിയമനിർമ്മാണ സഭയ്ക്കാണ്. സംസ്ഥാന നിയമനിർമ്മാണ സഭയ്ക്കാണ്. രാഷ്ട്രപതിക്കാണെന്ന് പറയുന്നത് തെറ്റാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. അവിടെ നമുക്ക് തന്നിരിക്കുന്നത് ഏതാണ് ശരി? 1998 നവംബർ 15-ന് കേരള ലോകായുക്ത നിലവിൽ വന്നതെന്ന് പറയുന്നതാണ് ശരിയായിട്ടുള്ള ആൻസർ. ബാക്കി നമുക്ക് നോക്കാം. കേരള ലോകായുക്തയ്ക്ക് രാഷ്ട്രപതിയുടെ അംഗീകാരം ലഭിച്ചത് 1999 മാർച്ച് 4-നാണ്. 1998-ലാണ് നിലവിൽ വന്നെങ്കിലും രാഷ്ട്രപതിയുടെ അംഗീകാരം ലഭിക്കുന്നത് 1999-നാണ്. അതുപോലെ തന്നെ ലോകായുക്ത അല്ലെങ്കിൽ ഉപലോകായുക്തയെ നീക്കം ചെയ്യുവാനുള്ള അധികാരം സംസ്ഥാന നിയമനിർമ്മാണ സഭയ്ക്കാണ്. സംസ്ഥാന നിയമനിർമ്മാണ സഭയ്ക്കാണ്. ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ സർക്കാർ സേവനങ്ങളിലെ അഴിമതി വിരുദ്ധ സംവിധാനമാണ് ലോകായുക്ത എന്ന് പറയുന്നത്. അപ്പോൾ ലോകായുക്ത എന്ന് വെച്ചാൽ എന്താണ്? സംസ്ഥാനങ്ങളിൽ സർക്കാർ സേവനങ്ങളിലെ അഴിമതി വിരുദ്ധ സംവിധാനമാണ് ലോകായുക്ത. ഒരു അംഗത്തെ ലോകായുക്തയായും മറ്റു 2 അംഗങ്ങളെ ഉപലോകായുക്തയായും ഗവർണർ നിയമിക്കുന്നുണ്ട്. ഒരു അംഗത്തെ ലോകായുക്തയായും
മറ്റു 2 അംഗങ്ങളെ ഉപലോകായുക്തയായിട്ടും ഗവർണർ നിയമിക്കുന്നുണ്ട്. ഗവർണറാണ് നിയമിക്കുന്നതെന്നും പഠിച്ചു വയ്ക്കുക. ലോകായുക്തയും ഉപലോകായുക്തയും രാജിക്കത്ത് സമർപ്പിക്കുന്ന ആർക്കാണ്? ഗവർണർക്കാണ്. രാജിക്കത്ത് സമർപ്പിക്കുന്ന ആർക്കാണ്? ഗവർണർക്കാണ്. എന്നാൽ നീക്കം ചെയ്യുന്ന ആരാണ്? സംസ്ഥാന നിയമനിർമ്മാണ സഭയാണ്. ലോകായുക്തയുടെ ശമ്പളം ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിന്റെ ശമ്പളത്തിന് തുല്യമാണ്. ഉപലോകായുക്തയുടെ ശമ്പളം ഹൈക്കോടതി ജഡ്ജിയുടെ ശമ്പളത്തിന് തുല്യമാണ്. ലോകായുക്തയുടെ ശമ്പളം ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിന്റെ ശമ്പളത്തിന് തുല്യമാണ്. ഉപലോകായുക്തയുടെ ശമ്പളം ഹൈക്കോടതി ജഡ്ജിയുടെ ശമ്പളത്തിന് തുല്യമാണ്. ഓക്കെ ആണല്ലോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. കേരള പബ്ലിക് സർവീസ് കമ്മീഷനെ സംബന്ധിച്ച തെറ്റായ പ്രസ്താവന ഏതാണ്? നോക്കാം തെറ്റായ പ്രസ്താവനകളെ. കേരള സിവിൽ സർവീസിൻ്റെ നിയമനാധികാരി കേരള പബ്ലിക് സർവീസ് കമ്മീഷനാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇത് തെറ്റാണല്ലോ. കേരള സിവിൽ സർവീസിൻ്റെ നിയമനാധികാരി ആരാണ്? കേരള സർക്കാരാണ്. പബ്ലിക് സർവീസ് കമ്മീഷനൊന്നല്ല അല്ലേ? പബ്ലിക് സർവീസ് കമ്മീഷനല്ല, കേരള സർക്കാരാണ് വരുന്നത്. ഓക്കെ. സിവിൽ സർവീസിലെ ഉദ്യോഗ നിയമന രീതികൾ, പ്രൊമോഷൻ, അച്ചടക്ക നടപടികൾ എന്നിവ സംബന്ധിച്ച് സർക്കാരിന് ഉപദേശം നൽകുന്നു. സിവിൽ സർവീസിലെ ഉദ്യോഗ നിയമന രീതികൾ, പ്രൊമോഷൻ, അച്ചടക്ക നടപടികൾ എന്നിവ സംബന്ധിച്ച് സർക്കാരിന് ഉപദേശം നൽകുന്നു എന്ന് പറയുന്നതാണ് ശരിയാണ്. സംസ്ഥാന പബ്ലിക് സർവീസ് കമ്മീഷൻ അംഗങ്ങളുടെ കാലാവധി 6 വർഷം അല്ലെങ്കിൽ 65 വയസ്സെന്നാണ് നമുക്ക് തന്നിരിക്കുന്നത്. ശരിക്കും എത്രയാണ്? സംസ്ഥാന പബ്ലിക് സർവീസ് കമ്മീഷൻ അംഗങ്ങളുടെ കാലാവധി 6 വർഷം അല്ലെങ്കിൽ 62 വയസ്സാണ്. 62 വയസ്സാണ്. ഓക്കെ. പബ്ലിക് സർവീസ് കമ്മീഷനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ ഭാഗം 14 ശരിയാണ്. 14 ഭരണഘടനാ ഭാഗം ചോദിക്കുകയാണെങ്കിൽ 14 പബ്ലിക് സർവീസ് കമ്മീഷനെ കുറിച്ച് പറയുന്നത് അല്ലേ? അപ്പോൾ എന്തൊക്കെയാണ് പറഞ്ഞത്? കേരള പബ്ലിക് സർവീസ് കമ്മീഷനുമായി ബന്ധപ്പെട്ട് നോക്കുകയാണെങ്കിൽ കേരള സിവിൽ സർവീസിൻ്റെ നിയമനാധികാരിമാരാണ്. കേരള സിവിൽ സർവീസിൻ്റെ നിയമനാധികാരി പബ്ലിക് സർവീസ് കമ്മീഷൻ എന്നാണ് നമുക്ക് തന്നിരിക്കുന്നത്. ശരിയായ ആൻസർ ഏതാണ് വരുന്നത്? കേരള സിവിൽ സർവീസിൻ്റെ നിയമനാധികാരി കേരള സർക്കാരാണെന്ന് പറയുന്നതാണ് ശരി വരുന്നത്. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്നതിൽ ശരിയായിട്ടുള്ള ഏതെന്ന് നമുക്ക് ആൻസർ പറഞ്ഞില്ല അല്ലേ? 1, 3 അല്ലേ? 1, 3 ശരിയായ ആൻസർ. നമുക്ക് ബാക്കി കണക്റ്റിംഗ് പോയിന്റ്സ് നോക്കാം. ഒന്നാമത്തെ പ്രസ്താവന തെറ്റാണെന്ന് നമ്മൾ പറഞ്ഞു. കാരണം എന്താണ്? കേരള സിവിൽ സർവീസിൻ്റെ നിയമനാധികാരി കേരള സർക്കാരാണ്. ഇനി മൂന്നാമത്തെ പ്രസ്താവന തെറ്റാണെന്ന് നമ്മൾ പറഞ്ഞല്ലോ. കാരണം എന്താണ്? സംസ്ഥാന പബ്ലിക് സർവീസ് കമ്മീഷൻ അംഗങ്ങളുടെ കാലാവധി 6 വർഷം അല്ലെങ്കിൽ 62 വയസ്സാണ്. ഐക്യ കേരളം നിലവിൽ വന്നതോടെ തിരൂർ-കൊച്ചി പബ്ലിക് സർവീസ് കമ്മീഷൻ കേരള പബ്ലിക് സർവീസ് കമ്മീഷനായി രൂപാന്തരപ്പെട്ടു. അറിയാലല്ലേ? ഐക്യ കേരളം നിലവിൽ വന്നതോടെ തിരൂർ-കൊച്ചി പബ്ലിക് സർവീസ് കമ്മീഷൻ എന്തായി മാറി? കേരള പബ്ലിക് സർവീസ് കമ്മീഷനുമായിട്ട് രൂപാന്തരപ്പെട്ടു. വിവിധ തസ്തികകളിലേക്ക് ഒരു ഉദ്യോഗാർത്ഥികളെ തിരഞ്ഞെടുക്കാൻ ഒരു പബ്ലിക് സർവീസ് കമ്മീഷണർ നിലവിലുണ്ടായിരുന്നു. ഡോക്ടർ G.D. നോക്സ് ആയിരുന്നു ആദ്യ കമ്മീഷണർ. ചോദിക്കാറുണ്ട് കേട്ടോ. ഡോക്ടർ G.D. നോക്സ് ആണ് ആദ്യത്തെ കമ്മീഷണർ. തിരൂർ-കൊച്ചി പബ്ലിക് സർവീസ് കമ്മീഷൻ എന്ന് പറയുന്നത് കേട്ടോ. തിരൂർ-കൊച്ചി സംയോജനം വരെ അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ടായിരുന്നു. G.D. നോക്സ് തിരൂർ-കൊച്ചി സംയോജനം വരെ പ്രവർത്തിച്ചിട്ടുണ്ടായിരുന്നു. ആ ഒരു സമയത്തെ കമ്മീഷണർ ആരാണ്? G.D. നോക്സ് ആണ്. കേരള സംസ്ഥാനം രൂപീകരിച്ച ശേഷം നിലവിൽ വന്ന കേരള PSCയുടെ പ്രഥമ ചെയർമാൻ ആരാണ്? VK വേലായുധനാണ്. അങ്ങനെ കേരള സംസ്ഥാനം രൂപീകരിച്ചു. അതിനുശേഷം കേരള PSCയുടെ പ്രഥമ ചെയർമാൻ ആരാണ്? VK വേലായുധനാണ്. അപ്പോൾ ആദ്യം G.D. നോക്സ് ആയിരുന്നു. അതെന്തായിരുന്നു? തിരൂർ-കൊച്ചി സംയോജനത്തിന് മുമ്പായിരുന്നു അല്ലേ? അതിനുശേഷമാണ് സംസ്ഥാനം രൂപീകരിച്ചതിന് ശേഷമാണെങ്കിൽ ആരാണ്? VK വേലായുധനാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. തന്നിരിക്കുന്നവയിൽ പിങ്ക് അലേർട്ട് പദ്ധതിയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏതാണ്? പിങ്ക് അലേർട്ട് എന്ന് പറയുന്നത് എന്താണ്? കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ ആരംഭിച്ച ആദ്യ വനിതാ ദുരന്ത നിവാരണ സംഘമാണ്. കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ ആരംഭിച്ച ആദ്യ വനിതാ ദുരന്ത നിവാരണ സംഘമാണ്. കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ ആരംഭിച്ച ആദ്യ വനിതാ ദുരന്ത നിവാരണ സംഗതിയാണെന്ന് പറയുന്നത് പിങ്ക് അലേർട്ട് പദ്ധതി എന്ന് പറയുന്നത്. സ്ത്രീകളുടെ സുരക്ഷയ്ക്കായി കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ ആരംഭിച്ച ടാക്സി സർവീസിൻ്റെ പേര് കുടുംബശ്രീ ട്രാവൽസ് എന്നാണ്. കുടുംബശ്രീ ട്രാവൽസ് എന്ന് വെച്ചാൽ എന്താണ്? സ്ത്രീകളുടെ സുരക്ഷയ്ക്കായി കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ ആരംഭിച്ച ടാക്സി സർവീസിൻ്റെ പേര് കുടുംബശ്രീ ട്രാവൽസ് എന്നാണ്. സമൂഹത്തിൻ്റെ മുഖ്യധാരയിൽ ഇടം ലഭിക്കാനായിട്ട് നിരാലംബരായ ആളുകൾക്ക് അതിജീവന ആവശ്യങ്ങളും അടിസ്ഥാന സൗകര്യങ്ങളും ലഭ്യമാക്കുന്ന സംരംഭം ഏതാണ്? ആശ്രയയാണ്. അപ്പോൾ ആശ്രയ എന്ന് വെച്ചാൽ എന്താണെന്ന് ചോദിക്കലോ. സമൂഹത്തിൻ്റെ മുഖ്യധാരയിൽ ഇടം ലഭിക്കാത്ത നിരാലംബരായ ആളുകൾക്ക് അതിജീവന ആവശ്യങ്ങളും അടിസ്ഥാന സൗകര്യങ്ങളും ലഭ്യമാക്കുന്ന സംരംഭം ആശ്രയയാണ്.
വിദ്യാർത്ഥിനികൾക്കും സ്ത്രീകൾക്കും മിതമായ നിരക്കിൽ സുരക്ഷിതമായ താമസ സൗകര്യവും ആഹാരവും ഒരുക്കുന്ന സംരംഭം ഏതാണ്? ഷീ ലോഡ്ജാണ്. വിദ്യാർത്ഥിനികൾക്കും സ്ത്രീകൾക്കും മിതമായ നിരക്കിൽ സുരക്ഷിതമായ താമസ സൗകര്യവും ആഹാരവും ഒരുക്കുന്ന സംരംഭം ഏതാണ്? ഷീ ലോഡ്ജാണ്. ഓക്കെ, 3 നമ്മൾ പഠിച്ചു അല്ലേ? ആശ്രയ പറഞ്ഞു, കുടുംബശ്രീ ട്രാവൽസ് പറഞ്ഞു, അതുപോലെ തന്നെ ഷീ ലോഡ്ജ് പറഞ്ഞു അല്ലേ? സുരക്ഷിതമായ താമസ സൗകര്യം വിദ്യാർത്ഥിനികൾക്കും സ്ത്രീകൾക്കും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി പ്രകാരം 100 ദിവസത്തെ തൊഴിൽ ലഭിച്ച പട്ടികവർഗക്കാർക്ക് 100 ദിവസത്തെ തൊഴിൽ കൂടി ലഭ്യമാക്കാൻ കേരള സർക്കാർ ആവിഷ്കരിച്ച പദ്ധതി ഏതാണ്? ഏതാണ് പദ്ധതി നോക്കിയേ. ട്രൈബൽ പ്ലസ് ആണ്. 100 ദിവസത്തെ തൊഴിൽ ലഭിച്ച പട്ടികവർഗക്കാർക്ക് 100 ദിവസത്തെ തൊഴിൽ കൂടി ലഭ്യമാക്കുവാനായിട്ടുള്ള ആവിഷ്കരിച്ച പദ്ധതിയാണ്. കേരള സംസ്ഥാന ആദിവാസി വികസന വകുപ്പാണ് ട്രൈബൽ പ്ലസ് പദ്ധതിയുടെ ചെലവ് വഹിക്കുന്നത്. ആരാണ്? കേരള സംസ്ഥാന ആദിവാസി വികസന വകുപ്പാണ്. മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതിക്ക് കീഴിൽ 100 ദിവസം തൊഴിൽ പൂർത്തിയാക്കുന്ന കേരളത്തിലെ എല്ലാ പട്ടികവർഗ കുടുംബങ്ങൾക്കും ഈ ആനുകൂല്യം ലഭിക്കുന്നതാണ്. മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതിക്ക് കീഴിൽ 100 ദിവസം തൊഴിൽ പൂർത്തിയാക്കുന്ന കേരളത്തിലെ എല്ലാ പട്ടികവർഗ കുടുംബങ്ങൾക്കും ഈ ആനുകൂല്യം ലഭിക്കും. മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതി നിരീക്ഷിക്കുന്ന ആരാണ്? ഇന്ത്യ ഗവൺമെൻറ് ഗ്രാമവികസന മന്ത്രാലയമാണ് മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതി നിരീക്ഷിക്കുന്നത്. ഇന്ത്യയിലെ ആദ്യത്തെ ട്രൈബൽ എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ച് തിരുവനന്തപുരം ജില്ലയിലാണ്. ട്രൈബൽ എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ച് ചോദിക്കുകയാണെങ്കിൽ എവിടെയാണ്? തിരുവനന്തപുരം ജില്ലയിലാണ് ആദ്യത്തേത് കേട്ടോ. നെക്സ്റ്റ്, സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ നിരീക്ഷിച്ച് ശരിയായ ഓപ്ഷൻ തിരഞ്ഞെടുക്കുക. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ റിപ്പോർട്ട് നൽകേണ്ടത് സംസ്ഥാന സർക്കാരിനാണ്. ശരിയാണ്. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ റിപ്പോർട്ട് നൽകേണ്ടത് ആർക്കാണ്? സംസ്ഥാന സർക്കാരിനാണ്. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷന്റെ അന്വേഷണ വിഭാഗത്തിന്റെ തലവൻ ഇൻസ്പെക്ടർ ജനറൽ റാങ്കിലുള്ള ആളായിരിക്കണം. ശരിയാണ്. മനുഷ്യാവകാശ കമ്മീഷന്റെ അന്വേഷണ വിഭാഗത്തിലുള്ള തലവൻ ഇൻസ്പെക്ടർ ജനറൽ റാങ്കിലുള്ള ആളായിരിക്കണം. അത് രണ്ടും ശരിയാണ്. അപ്പോൾ നമുക്ക് നോക്കാം. 1, 2 ശരിയാണ്. ഭരണഘടനയോ രാജ്യാന്തര പ്രഖ്യാപനങ്ങളോ ഉറപ്പു നൽകുന്ന ഏതൊരു മനുഷ്യാവകാശവും വ്യക്തിയുടെ ജീവിക്കുവാനും സ്വാതന്ത്ര്യത്തിനും തുല്യതയ്ക്കും അന്തസ്സിനുമുള്ള അവകാശമാണ്. ഭരണഘടനയോ രാജ്യാന്തര പ്രഖ്യാപനങ്ങളോ ഉറപ്പു നൽകുന്ന ഏതൊരു മനുഷ്യാവകാശവും വ്യക്തിയുടെ ജീവിക്കാനും സ്വാതന്ത്ര്യത്തിനും തുല്യതയ്ക്കും അന്തസ്സിനുമുള്ള അവകാശമാണ്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ഇത്തരം അവകാശങ്ങളുടെ സംരക്ഷണം മുൻനിർത്തി ഇന്ത്യയിൽ സ്ഥാപിതമായ ഒരു സ്ഥാപനമാണ്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ഇത്തരം അവകാശങ്ങളുടെ സംരക്ഷണം മുൻനിർത്തി ഇന്ത്യയിൽ സ്ഥാപിതമായ ഒരു സ്ഥാപനമാണ്. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷന്റെ ആസ്ഥാനം എവിടെയാണ്? തിരുവനന്തപുരമാണ്. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷന്റെ ആസ്ഥാനം എവിടെയാണ്? തിരുവനന്തപുരമാണ്. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനിലുള്ളവർ രാജിക്കത്ത് നൽകേണ്ടത് ആർക്കാണ്? ഗവർണർക്കാണ്. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനിലുള്ളവർ രാജിക്കത്ത് നൽകേണ്ടത് ആർക്കാണ്? ഗവർണർക്കാണ്. ഭരണഘടനയിലെ 7ാം പട്ടികയിലെ സംസ്ഥാന ലിസ്റ്റിലും കൺകറന്റ് ലിസ്റ്റിലും പരാമർശിച്ചിരിക്കുന്ന വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് മാത്രമേ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷന് മനുഷ്യാവകാശ ലംഘനത്തെക്കുറിച്ച് അന്വേഷിക്കാൻ കഴിയൂ. അതായത് ഭരണഘടനയിലെ 7ാം പട്ടികയിൽ എന്താണ്? സംസ്ഥാന ലിസ്റ്റിനെ കുറിച്ചും കൺകറന്റ് ലിസ്റ്റിനെ കുറിച്ച് പറയുന്നുണ്ട് അല്ലേ? ആ ഒരു ഭാഗത്ത് പരാമർശിച്ചിരിക്കുന്ന വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് മാത്രമേ ഈ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷന് മനുഷ്യാവകാശ ലംഘനത്തെക്കുറിച്ച് അന്വേഷിക്കാനായിട്ട് കഴിയൂ. യൂണിയൻ ലിസ്റ്റിൽ ഉൾപ്പെട്ട വിഷയങ്ങളിൽ മനുഷ്യാവകാശ ലംഘനം ഉണ്ടായാൽ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷന് അന്വേഷിക്കാൻ അധികാരം ഇല്ല. യൂണിയൻ ലിസ്റ്റിൽ ഉൾപ്പെട്ട വിഷയങ്ങളിൽ മനുഷ്യാവകാശ ലംഘനം ഉണ്ടായാൽ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷന് അന്വേഷിക്കുവാനുള്ള അധികാരം വരുന്നില്ല. അതായത് സ്റ്റേറ്റ് ലിസ്റ്റിലും കൺകറന്റ് ലിസ്റ്റിലും ഉണ്ടെന്നുണ്ടെങ്കിൽ മാത്രമാണ് ഇവർക്ക് അന്വേഷിക്കുവാനുള്ള അധികാരമുള്ളൂ. യൂണിയൻ ലിസ്റ്റിലാണെന്നുണ്ടെങ്കിലോ അന്വേഷിക്കുവാനുള്ള അധികാരമില്ല. അപ്പോൾ എന്തൊക്കെയാണ് പറഞ്ഞത്? സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ റിപ്പോർട്ട് നൽകേണ്ടത് സംസ്ഥാന സർക്കാരിനാണ്. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷന്റെ അന്വേഷണ വിഭാഗത്തെയും തലവൻ ആരാണ്? ഇൻസ്പെക്ടർ ജനറൽ റാങ്കിലുള്ള ആളായിരിക്കണം.
ഭരണഘടനയോ രാജ്യാന്തര പ്രഖ്യാപനങ്ങളോ ഉറപ്പു നൽകുന്ന ഏതൊരു മനുഷ്യാവകാശവും വ്യക്തിയുടെ ജീവിക്കുവാനും സ്വാതന്ത്ര്യത്തിനും തുല്യതയ്ക്കും അന്തസ്സിനുമുള്ള അവകാശമാണ്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ഇത്തരം അവകാശങ്ങളുടെ സംരക്ഷണം മുൻനിർത്തി ഇന്ത്യയിൽ സ്ഥാപിതമായ ഒരു സ്ഥാപനമാണ്. ഈ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ആസ്ഥാനം എവിടെയാണ്? തിരുവനന്തപുരമാണ്. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ആസ്ഥാനം എവിടെയാണ്? തിരുവനന്തപുരമാണ്. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനിലുള്ളവർ രാജിക്കത്ത് നൽകുന്നത് ആർക്കാണ്? ഗവർണർക്കാണ്. അതുപോലെ തന്നെ ഭരണഘടനയിലെ 7ാം പട്ടികയിലെ സംസ്ഥാന ലിസ്റ്റിലും കൺകറന്റ് ലിസ്റ്റിലും പരാമർശിച്ചിരിക്കുന്ന വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് മാത്രമേ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷന് മനുഷ്യാവകാശ ലംഘനത്തെക്കുറിച്ച് അന്വേഷിക്കുവാൻ കഴിയൂ. ഇനി യൂണിയൻ ലിസ്റ്റിൽ ഉൾപ്പെട്ട വിഷയങ്ങളിൽ മനുഷ്യാവകാശ ലംഘനം ഉണ്ടായാൽ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ അന്വേഷിക്കുവാനുള്ള അധികാരം ഇല്ല. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് കേട്ടോ. ഇനിയും കുറച്ച് ടോപ്പിക്സും കൂടിയുണ്ട്, അത് അടുത്ത ക്ലാസ്സിൽ ചെയ്യാം കേട്ടോ. അപ്പോൾ ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അടുത്ത ക്ലാസ്സുമായി വീണ്ടും കാണാം.